നമസ്കാരം. ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനും ബി ജെ പി നേതാവും നടനുമായിട്ടുള്ള ദേവൻ പാർട്ടി വിട്ട വാർത്തയാണ് മീഡിയകൾ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു ചിന്തയിൽ എന്തുകൊണ്ടാണ് നേതാക്കന്മാർ ഇങ്ങനെ വിട്ടുപോണത്, അല്ലെങ്കിൽ ആൾക്കാർ പാർട്ടി വിട്ടുപോണത് എന്ന് ചിന്തിച്ചപ്പോൾ വികസന സങ്കല്പത്തിൽ ബി ജെ പി ഓക്കെയാണ്. പക്ഷേ ജനങ്ങളെ വഞ്ചിക്കുന്ന കാര്യത്തിലും ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന കൊള്ളയടിക്കുന്ന കാര്യത്തിലും ബി ജെ പി സർക്കാർ അതേപോലെ തന്നെ മെച്ചത്തിലാണ്. കുറച്ചൊക്കെ സാമൂഹ്യ ബോധവും അല്ലെങ്കിൽ രാഷ്ട്രബോധവും പൗരബോധവും ഉള്ള ആൾക്കാർക്ക് ഈ പാർട്ടിയിൽ ഇന്നത്തെ നിലയിൽ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവർ പാർട്ടി വിട്ടു പോണത്. പെരുംകൊള്ളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു 2 കൊള്ളയുടെ കാര്യം ഒന്ന് പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണെന്ന്. ഇത് ബി ജെ പി കുറ്റം പറയുന്നതായിട്ട് നിങ്ങൾ കരുതണ്ട. ഞാൻ ഇതുവരെയുള്ള ഇന്ത്യ ചരിത്രത്തിൽ, എനിക്കറിയാവുന്ന ചരിത്രത്തിൽ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ കാര്യമാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ വികസനം നടന്നിട്ടുള്ളത്, അടിസ്ഥാന വികസനങ്ങൾ നടന്നിട്ടുള്ളത് ആരുടെ ഭരണകാലത്താണെന്ന് വെച്ചാൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണകാലത്താണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അതങ്ങനെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ പല സർക്കാരും മാറി മാറി വന്നെങ്കിലും എത്ര തന്നെ പിണറായി കൊള്ളയടിച്ചു എന്ന് പറഞ്ഞാലും, എത്ര കടം പറ്റി എന്ന് പറഞ്ഞാലും കുറേ അടിസ്ഥാന വികസനങ്ങൾ നടന്നിട്ടുണ്ട്. അതിനോളം വേറെ ഒരു സമയത്തും നടന്നിട്ടില്ല. ഇപ്പം ഞാനൊക്കെ പിണറായി സഖാവിനെ നന്നായിട്ട് വിമർശിക്കുന്ന ആളാണ്. അതേപോലെ ബി ജെ പി എന്നൊക്കെ സികാന്തം എതിർക്കുന്ന ആളാണ്. പക്ഷേ ഉള്ളതുപോലെ പറയണമല്ലോ. അപ്പോൾ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ അടിസ്ഥാന വികസന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നില്ല. പക്ഷേ മറുഭാഗത്ത് ജനദ്രോഹ പരിപാടികൾ അതിനേക്കാളേറെ ചെയ്തിട്ടുണ്ട്. അത് ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ്, അത് കണ്ട് മനമെടുത്തിട്ടാണ് ജനാധിപത്യ മുഖമുള്ള അല്ലെങ്കിൽ ഈ രാഷ്ട്രബോധവും പൗരബോധമുള്ള ആൾക്കാർക്ക് ഈ പാർട്ടിയിൽ നിൽക്കാതെ പാർട്ടി വിട്ടു പോണത്. വേറൊന്നും കൊണ്ടല്ല, ഒരു പാർട്ടിയും വേണ്ടെന്ന് തീരുമാനിച്ചവർ മാറി നിൽക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് E20 പെട്രോൾ. E20 പെട്രോൾ ആർക്കാണ് ഉപകാരമുള്ളത്? ഇന്ത്യയിലെ കരിമ്പ് കർഷകർക്ക്, അതല്ലെങ്കിൽ ഗഡ്കരിയുടെ മോനോ അല്ലെങ്കിൽ അതുപോലെ വേറെ ആർക്കെങ്കിലും, എനിക്കറിയില്ല. ഏതായാലും ആ കരിമ്പ് കർഷകർ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഉൽപ്പന്നം ഉണ്ടാക്കുന്നവർക്ക് മെച്ചമാണ്. അവർക്ക് കോടികൾ കിട്ടും. 1 ലിറ്റർ പെട്രോൾ വിൽക്കുമ്പോൾ അതിൻ്റെ 20-25% ഈ പറയുന്ന കരിമ്പിൻ നീര് ചേർന്നിട്ട് ആ കരിമ്പിൻ നീര് പെട്രോളിൻ്റെ വിലയ്ക്ക് അവർ വിൽക്കുന്നു. കൊള്ള അവിടെ തീരുന്നില്ല. ഇന്ത്യയിലെ വാഹന നിർമ്മാണ കമ്പനികൾക്ക് കോളടിച്ചു. കാരണം ഈ വാഹനങ്ങൾ എളുപ്പം കേടുവരുമ്പോൾ അവർക്ക് പുതിയ വാഹനങ്ങൾ ഇറക്കാം. അതുപോലെ പാർട്സ്, മോട്ടോർ വാഹനങ്ങളുടെ പാർട്സ്, അത് ബൈക്ക് മുതൽ ഏത് വാഹനമായാലും ശരി, ആ വാഹനങ്ങൾക്ക് മുഴുവരുടെ പാർട്സ് മുഴുവൻ ഉദ്ദേശ കാലയളവ് നിൽക്കാതെ തന്നെ പെട്ടെന്ന് കേടുവരും. അത് മാറ്റിക്കൊണ്ടിരിക്കാം. അവർക്ക് മെച്ചം. അല്ലാതെ ഇന്ത്യയിലെ ആർക്കെങ്കിലും, ഏതെങ്കിലും വാഹന ഉപഭോക്താക്കൾക്ക്, ഇവരിൽ നിന്നൊക്കെ വാഹനം വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക്, വാഹന ഉടമകൾക്ക് എന്തെങ്കിലും മെച്ചമുണ്ടോ? ഇല്ല. അവനെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കണം 2 വിധത്തിൽ. ഒന്ന്, അവൻ്റെ വണ്ടി കേടുവരുത്തിയിട്ട് ഒന്നുകിൽ പുതിയ വണ്ടി അല്ലെങ്കിൽ പാർട്സ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. 2, പെട്രോളിൻ്റെ വിലയ്ക്ക് കരിമ്പിൻ നീര് ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ ചോദിക്കും, ഈ E20 പെട്രോൾ ഓക്കെ ആണോ? ഓക്കെ അല്ല. ആ ടാങ്കിനുള്ളിൽ ഒരു 1000 ലിറ്റർ എണ്ണ അടിച്ചിട്ടിട്ട് ഒരു 10 തുള്ളി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഇളകിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വെള്ളവും അതുപോലെ പെട്രോളും വേർപിരിയുന്നത് നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തന്നാണത്. അപ്പോൾ കൊള്ളയും മറ്റു കാര്യങ്ങളുമാണ് അവിടെ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും കുറച്ചൊക്കെ ജനകീയ ബോധമുള്ള നേതാക്കന്മാർക്ക് ഇത് സഹിക്കാൻ പറ്റൂല. ഈ ഒരു കൊള്ള അറിഞ്ഞുകൊണ്ട് ജനങ്ങളെ പൊട്ടന്മാരാക്കി കൊള്ളയടിക്കുന്നത്. രണ്ടാമത്തെ ഒന്നാണ് ഡിജിറ്റൽ ഇന്ത്യ എന്നൊരു സങ്കല്പം. ഡിജിറ്റൽ ഇന്ത്യ എന്നത് ഇപ്പോൾ ബാങ്കിങ് മേഖലയിലൊക്കെ കശാപ്പ് ചെയ്തുകൊണ്ട് കഴുത്തിന് പിടിച്ച് വരികയാണെന്നുണ്ടെങ്കിലും അതിലേറെ നടക്കുന്ന കൊള്ള ഇവിടുത്തെ ഹൈവേ കൊള്ളയാണ്. ടോൾ എന്നൊരു കൊള്ളയാണ്. അത് കൊള്ളയടിക്കാൻ വേണ്ടിയാണ് റോഡ് ഉണ്ടാക്കിയത്. ഇല്ലെങ്കിൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും ഇവിടെ ഹൈവേ പണിയില്ല. ഇവിടെ ഹൈവേ പണിഞ്ഞിട്ടുള്ളത് ജനങ്ങൾ സഞ്ചരിക്കരുത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് കൊള്ളയടിക്കാൻ വേണ്ടി മാത്രമാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഈ ടോൾ ബൂത്തുകളുടെ സൈഡിന് സർവീസ് റോഡ് ഇല്ല. അത് തന്നെയാണ് കാരണം. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ളവർക്ക് ടോൾ കൂടെ കയറി ടോൾ കൊടുത്തു പോയാൽ മതി. മാത്രമല്ല, ഈ ടോൾ ഗേറ്റുകൾ നിൽക്കുന്നത് ഗുണ്ടകളാണ്. ആ ഗുണ്ടകൾ അവരുടെ കാറടിച്ച് കേടുവരുത്തുന്നു. അവരുടെ ഭാര്യ, മക്കൾ, ചെറിയ കുട്ടികളിരിക്കുമ്പോൾ അവരോട് തട്ടിക്കയറുന്നു, ബഹളം വയ്ക്കുന്നു. എന്തൊക്കെയാണ് നമ്മുടെ ബൂത്തുകൾ നടക്കുന്നത്? ഇതിനേക്കാളും വളരെ എളുപ്പമായിട്ട് നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യയിൽ ഈ സംവിധാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ലേ? ആ ടോൾ ബൂത്തിലൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഒരു സ്കാനർ. ടോൾ കൊടുക്കാതെ പോകാൻ കഴിയുന്നവരുടെ നമ്പർ സ്കാൻ ചെയ്തിട്ട് അവർക്ക് ഫൈൻ അയച്ചു കൊടുക്കാനും സംവിധാനം വേറെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇല്ല, ഇത് രണ്ടുമുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഈ സംവിധാനങ്ങൾ ആ ടോൾ ബൂത്ത് അങ്ങോട്ട് പൊളിച്ച് കളഞ്ഞു. ടോൾ ബൂത്ത് വേണ്ട. അതായത് കാസർഗോഡ് നിന്ന് ഒരാൾ വണ്ടി ഓടിച്ച് പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ തിരുവനന്തപുരത്ത് ചെന്നിട്ട് അയാൾ വണ്ടി നിർത്തിയാൽ മതി, അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് ഡ്രൈവർ മാറാൻ വേണ്ടി മാത്രം വണ്ടി നിർത്തിയാൽ മതി എന്നങ്ങ് തീരുമാനിച്ച് വണ്ടി ഓടിക്കാൻ ഇന്നത്തെ നിലയിൽ പറ്റുമോ? പറ്റൂല.
കാര്യം ഓരോ 50 കിലോമീറ്റർ കൂടുമ്പോഴും മിനിമം ഒരു 10-15 മിനിറ്റ് ടോളിൽ കിടന്ന് സമയം കളഞ്ഞ് മാത്രമേ പോകാൻ പറ്റൂ. മിനിമം ഞാൻ പറഞ്ഞു, ചിലപ്പോൾ മണിക്കൂറുകൾ കിടക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് കുരുങ്ങിയിട്ട്. അവിടെ ആരെങ്കിലും ഒരാൾ ഒരു തട്ടുകയറലോ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പ്രശ്നം തീർത്ത് കഴിഞ്ഞാൽ മാത്രമേ ആ കുരുക്കിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കാനും ആ ടോൾ ബൂത്ത് വിട്ടു പോകാനും നമുക്ക് കഴിയുള്ളൂ. ഈ ഒരു സാഹചര്യം നമുക്ക് ഒഴിവാക്കിക്കൂടെ? ഡിജിറ്റൽ ഇന്ത്യ അല്ലേ? എന്തുകൊണ്ട് ഈ ഹൈവേയിലേക്ക് കയറുന്ന ഭാഗത്തും ഇറങ്ങുന്ന ഭാഗത്തും സ്കാനറുകൾ വെച്ചൂടാ? എന്തുകൊണ്ട് വെച്ചൂടാ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ടോൾ കൊടുക്കേണ്ട വാഹനങ്ങൾ ടോൾ കൊടുത്തും അല്ലാത്തത് ടോൾ കൊടുക്കാതെയും പോകുമല്ലോ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ നോക്കൂ, ടോൾ ബൂത്തിന് 2 ടോൾ ബൂത്തുകൾക്ക് ഇടയിൽ താമസിക്കുന്നവർക്ക് എക്സിറ്റിൽ കൂടെ ഇറങ്ങാം, എൻട്രിയിലൂടെ കയറാം. അവർക്ക് ടോൾ ഒരു കാലത്തും കൊടുക്കണ്ട. അവരെല്ലാം ടോള് റോഡ് ഉപയോഗിക്കുന്നുമുണ്ട് ഇല്ലേ? ഒരു ഭാഗത്ത് ഒരു ടോൾ കഴിഞ്ഞ ഉടനെ അടുത്ത എൻട്രിയിൽ അയാൾ റോഡിൽ കയറുന്നു, അടുത്ത ടോൾ ഗേറ്റിന് തൊട്ട് മുമ്പുള്ള എക്സിറ്റിലൂടെ അവർ പുറത്തിറങ്ങുന്നു, അവർ വഴിക്ക് പോകുന്നു. എത്ര ഭാഗമുണ്ട്? ഞാനൊക്കെ അങ്ങനെ പോകുന്നവരാ. ഞാൻ കുളപ്പുറം എന്ന് പറയുന്ന കൂരിയാട് നേരത്തെ പൊളിഞ്ഞ് ഇപ്പോൾ ബ്രിഡ്ജാക്കി മാറ്റിയിട്ടുള്ള അവിടെ നിന്ന് എൻട്രിയിൽ കയറി കഴിഞ്ഞാൽ രാമനാട്ടുകര ഇറങ്ങി ഞാൻ പോകും. ഇതിനിടയിൽ ഒരു ബൂത്തൊന്നുമില്ല, അവിടെ ടോൾ ഗേറ്റൊന്നുമില്ല. ഉള്ളത് പന്തീരങ്കാവില. എനിക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ടോൾ കൊടുക്കാതെ പോകുന്നു. അതൊരു ആനുകൂല്യമായിട്ട് എനിക്ക് എടുത്തുകൂടെ? അല്ല, ടോൾ റോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനുള്ള പണം നമ്മൾ കൊടുക്കണം. എന്നാൽ അല്ലാതെ സഞ്ചരിക്കാൻ സർവീസ് റോഡും വേണം. ഈ 2 സൗകര്യം ഒരുമിച്ച് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടല്ലോ. ഓരോ എൻട്രിയിലും എക്സിറ്റിലും എത്ര എൻട്രി വെച്ചാലും എത്ര എക്സിറ്റ് വെച്ച് കഴിഞ്ഞാലും അതിൽ വെച്ച് കൊടുത്താൽ പോരെ ഈ പറഞ്ഞ സ്കാനറുകളും മറ്റു കാര്യങ്ങളുമൊക്കെ. ഇത്രയധികം എൻട്രികളും ഇത്രയധികം എക്സിറ്റുകളും വരില്ല. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു എൻട്രി കൂടെ കയറുമ്പോൾ അവൻ്റെ നമ്പർ അല്ലെങ്കിൽ അവരുടെ ഫാസ്ടാഗ് സ്കാൻ ചെയ്തിട്ടുണ്ടാവും. അടുത്ത എക്സിറ്റിലൂടെ ഇറങ്ങിപ്പോകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സിറ്റിലൂടെ ഇറങ്ങിപ്പോകുമ്പോൾ ആ സഞ്ചരിച്ച ദൂരം അനുസരിച്ചുള്ള പണം അവൻ്റെ ഫാസ്ടാഗിൽ നിന്ന് പിടിച്ചിട്ടുണ്ടാകും. ഇനി ഫാസ്ടാഗിൽ പണം ഇല്ല എന്നുണ്ടെങ്കിൽ അവനത് ഫൈനായി വന്നിട്ടുണ്ടാകും എന്ന് തീരുമാനിച്ചാൽ പോരെ. ഒറ്റ ടോൾ ഗേറ്റ് ഹൈവേയിൽ ആവശ്യമുണ്ടോ? ഡിജിറ്റൽ ഇന്ത്യ അല്ലേ? എന്തുകൊണ്ട് ഈ സംവിധാനം ചെയ്തുകൂടാ? ഇതൊക്കെ തന്നെയല്ലേ പാശ്ചാത്യ രാജ്യങ്ങളിൽ ചെയ്തു വെക്കുന്നത്. യാത്ര വളരെ വേഗം നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഹൈവേ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഒരു 50 കിലോമീറ്ററിലും ഇങ്ങനെ ഈ ടോൾ പ്ലാസ എന്നുള്ള ഒരു ധാർഷ്ട്യം അല്ലെങ്കിൽ ഒരു നാടകം അതല്ലെങ്കിൽ ഒരു കൊള്ളസങ്കേതം ഉണ്ടാക്കി വെക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇതായിരുന്നു ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ ഭാഗത്തും സർവീസ് റോഡ് ഉണ്ടാവും, എല്ലാ ഭാഗത്തും അവർക്ക് സഞ്ചരിക്കാൻ കഴിയും. അതുപോലെ ടോൾ കൊടുക്കാതെ ഹൈവേയിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല എന്നൊരു അവസ്ഥയും വരും. അതല്ലേ ഏറ്റവും മെച്ചം എന്ന് പറയുന്നത്. ആരാണോ റോഡ് ഉപയോഗിക്കേണ്ടത് 1 മീറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിൻ്റെ പണം കൊടുക്കേണ്ടി വരും എന്നുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ വല്ല നഷ്ടം വരും? ഒരു നഷ്ടം വരില്ല. അതായിരുന്നു വേണ്ടിയിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒരു 100 കിലോമീറ്ററോ അല്ലെങ്കിൽ അതുപോലെ ഒരു നിശ്ചിത കിലോമീറ്റർ കഴിഞ്ഞിട്ട് വിശ്രമ കേന്ദ്രങ്ങൾ, ടോയ്ലറ്റ് സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒരുക്കി വയ്ക്കുക. ഇപ്പോൾ നമുക്ക് ലോറി താവളങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് പോലെ അങ്ങനെ സൗകര്യം ഉണ്ടാക്കി വയ്ക്കുക. അത് നാഷണൽ ഹൈവേ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ അവിടെ മറ്റ് സൗകര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക. എന്തെങ്കിലും ആക്സിഡൻറ്റോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വന്ന് പിക്കപ്പ് ചെയ്യാനും ആംബുലൻസ് സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്തു വെക്കുക. അല്ലാതെ ഈ റോഡിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തെ തടഞ്ഞു നിർത്തി പണം പിരിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ പറ്റില്ലാതെ. അപ്പോൾ ഈ റോഡ് ഇങ്ങനെ സർവീസ് റോഡ് ഇല്ലാതെ ടോൾ ഗേറ്റുകൾ ഉണ്ടാക്കി വെച്ച് ഇങ്ങനെ തടയിടുന്നത് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ വികസനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ആ വികസനത്തിൽ കുറേ കൊള്ളകൾ നടക്കുന്നുണ്ട്. ആ കൊള്ളകൾ കൊണ്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നന്നായി. പക്ഷേ ഈ കൊള്ളകൾക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ 2 ഉദാഹരണങ്ങൾ ഇവിടെ പറഞ്ഞേ ഉള്ളൂ. ഇതുപോലെ ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. ആ ഉദാഹരണങ്ങളൊക്കെ അറിയാവുന്ന നേതാക്കന്മാർ ഈ പാർട്ടി വിട്ടു പോകും. അതാണ് എൻ്റെ വസ്തുത. കാര്യം ചിലർക്ക് വേണ്ടി കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചിലർക്ക് വേണ്ടി ഭരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഭരണകൂടം ഭരിക്കുന്നത് എന്ന് ആർക്കെങ്കിലുമൊക്കെ തോന്നിപ്പോയി കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. Different angles. Don't forget to subscribe and support this channel.